നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ബഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോയ്സ് VS103 Pro ആണ് നമ്മുടെ പക്കലുള്ളത്. 2022 ഏറ്റവും മികച്ച TWS ബ്രാൻഡുകളിൽപ്പെട്ട ഒരു ബ്രാൻഡാണ് നോയ്സ്. അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണിത്. ഒരു ഇൻട്രോഡക്റ്റീവ് ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 2100 റുപ്പീസിന് ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. മേ ബി ആഫ്റ്റർ കപ്പിൾ ഓഫ് ഡേയ്സ് പ്രൈസ് 2500 ഒക്കെ ആയേക്കാം. ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.2 ആണ്. 10mm ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ക്വാഡ് മൈക്ക് സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് നോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ബഡ്സിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ബഡ്സ് VS103 Pro എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബഡ്സ് ആണിത്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പം തന്നെ നമുക്കിതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചാർജിങ് കേബിൾ കാണാനായിട്ട് പറ്റും. Type C ചാർജിങ് കേബിളാണ് വന്നിട്ടുള്ളത്. 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 150 മിനിറ്റ് വരെ പ്ലേ ടൈം ഈ ഒരു ബഡ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് 4ഓളം ഇയർ ടിപ്സും ഈ ഒരു പാക്കിൽ വരുന്നുണ്ട്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനായിട്ട്. കേസിന് മുകളിലായിട്ട് നോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്സ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല മാറ്റ് ഫിനിഷോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഭയങ്കര സ്ലിപ്പ് ആകും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ മാർക്കൊന്നും ഇതിൽ അങ്ങനെ പതിയില്ല. കാരണം മാറ്റ് ഫിനിഷോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. എഗെയിൻ ഈ ഒരു ബഡ്സിന് മധ്യത്തിലൂടെ നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉൾവശത്ത് നമുക്കിതിൻ്റെ ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ ടിൽറ്റ് ചെയ്താൽ പോലും ഇതങ്ങനെ വീണ് പോകുന്നില്ല. ബഡ്സ് നമ്മൾ ഇത്തരത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡിസ്കണക്റ്റ് ആകും. അതുപോലെ കണക്ട് ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് കണക്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ കണക്ടിവിറ്റി വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നോയ്സ് VS103 Pro ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഔട്ട്ഡോർ കണ്ടീഷനിലാണ്. നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷനിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോയ്സ് ക്യാൻസലേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ കോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോളിൽ നിന്നുള്ള സൗണ്ടായിരിക്കും. ഇപ്പോൾ ആളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. BSNL നെറ്റ്വർക്കാണ്. എവിടെയാണ്? അഗസ്ത്യമയിലെ വൈകുന്നേരം പോകില്ലേ? ആയിക്കോട്ടെ. എന്നാൽ ശരി, നമുക്ക് വൈകുന്നേരം കാണാം. ഞാൻ ഇപ്പോൾ വീടിൻ്റെ അടുത്താണ്, കൊടിയത്തൂരാള്. എന്നാൽ കാണാട്ടോ. ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുറത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൾ ചെയ്തപ്പോൾ എനിക്ക് നല്ലപോലെ കേൾക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം അവിടെ ആ ഒരു എൻഡിലുള്ള ആൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ പോയിട്ട് ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു ബഡ്സ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് സൈസിലാണ് ഈ ഒരു ബഡ്സ് വരുന്നത്. അതായത് ഒരു ഓവർ സൈസൊന്നുമില്ല. കാരണം പല ആളുകൾക്കും ഇതൊരു ചെവിയിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള ബഡ്സ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് ബഡ്സ് തന്നെയാണിത്. ഉൾഭാഗത്ത് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോയ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ബട്ടൺസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം എല്ലാം ടച്ച് കൺട്രോൾസ് ആണ്. ടച്ച് കൺട്രോൾസ് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഒരു ബഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഓടുകയോ ചാടുകയൊക്കെ ചെയ്യുമ്പോഴും ഇത് താഴെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ രാവിലെ ജോഗിങ് ചെയ്യുന്ന സമയത്തെല്ലാം ഇത് ഈസി ആയിട്ട് ചെവിയിൽ നിൽക്കും. അതായത് ചെവിയിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസിലാണ് ഈ ഒരു ബഡ്സ് വരുന്നത്. ടച്ച് കൺട്രോൾസ് വരുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇത്തരത്തിൽ സിംഗിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ വോള്യൂം ഇൻക്രീസ് ആകും. ഓരോ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് വോള്യൂം ഇൻക്രീസ് ആകും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വോള്യൂം ഡിക്രീസ് ചെയ്യാനായിട്ട് ടാപ്പ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വോള്യൂം ഇങ്ങനെ ഡിക്രീസ് ആകുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലേ ആകും. അതുപോലെ തന്നെ പോസ് ആകും. ഇപ്പോൾ അത് പ്ലേ ആയിട്ടുണ്ട്. ഇനി അത് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അത് പോസ് ആകും. കണ്ടില്ലേ? ഇനി നിങ്ങൾ 3 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും റൈറ്റ് സൈഡിൽ. ഇനി ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പ്രീവിയസ് ട്രാക്കിലേക്ക് വരും. കണ്ടില്ലേ? 3 തവണ ചെയ്തപ്പോൾ അങ്ങനെ വന്നു. ഇനി നിങ്ങൾ 4 തവണയാണ് ഇത് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും. കണ്ടില്ലേ? വോയിസ് കമാൻഡ് കൊടുക്കാനായിട്ട് പറ്റും. കോൾ കട്ട് ചെയ്യുന്നതിനും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഡബിൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി കട്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ കോൾ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് വരുന്ന കോൾ റിജക്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൾ റിജക്റ്റ് ആവുകയാണ് ഉണ്ടാവുക. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ബഡ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ മോഡിലേക്ക് അത് കൺവേർട്ട് ആകും. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ANC ഓൺ ആകും. വീണ്ടും ഞാൻ പ്രസ് ചെയ്യുകയാണ്. വീണ്ടും പ്രസ് ചെയ്യുന്നതോടുകൂടി ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ
ട്രാൻസ്പെറൻസി മോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബെഡ് മാത്രം ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ബെഡ് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇതോടുകൂടി നമുക്ക് ഗെയിം മോഡിലേക്ക് പോകാൻ പറ്റും. വീണ്ടും നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഗെയിം മോഡിൽ നിന്നും എക്സിറ്റ് ആവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ടച്ച് കൺട്രോൾസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇൻകമിങ് കോൾ വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും നോ പ്രോബ്ലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോൾ റിജക്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ ഒരു കോൾ വരികയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഡിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൾ റിജക്റ്റ് ചെയ്യാനും സാധിക്കും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങളിത് പ്ലേ ചെയ്യുകയാണെങ്കിൽ പരമാവധി 40 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നതെങ്കിൽ 35 മണിക്കൂർ വരെ പ്ലേ ടൈം ഉണ്ട്. സിംഗിൾ ബെഡ് നമുക്ക് 8 മണിക്കൂർ വരെ ANC ഓഫ് ചെയ്തിട്ട് കിട്ടും. അല്ലെങ്കിൽ ANC ഓൺ ആണെങ്കിൽ 7 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മാത്രം മതി. 150 മിനിറ്റ് വരെ നമുക്ക് പ്ലേ ടൈം അവൈലബിൾ ആണ്. 3 കളേഴ്സിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. ഫോറസ്റ്റ് ഗ്രീന്, ഐവറി വൈറ്റ്, ജെറ്റ് ബ്ലാക്ക്. അപ്പോൾ ഈ 3 കളേഴ്സിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് വലിയ സൈസ് ഒന്നുമില്ല. പിന്നെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വലിപ്പത്തിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് കോൾ ചെയ്ത സമയത്ത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വോയിസ് അങ്ങനത്തിൽ നിന്നും കേൾക്കാനൊക്കെ ആയിട്ട് പറ്റി. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഗെയിം കളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിൽ ഗെയിമിംഗ് മോഡ് അവൈലബിൾ ആണ്. ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് ബഡ്സ് VS103 പ്രോയുടെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നത് കൂടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ ഡീറ്റെയിലുള്ള ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.